ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യന്ത്രത്തകരാർ മൂലം ദോഹയിൽ ഇറക്കി. ഞായറാഴ്ച പുറപ്പെടേണ്ട വിമാനമാണ് ഇന്ന് പുറപ്പെട്ടതും ദോഹയിൽ ഇറക്കിയതും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വിമാനത്തിൽ നിന്നും ഇറങ്ങാതെ പ്രതിഷേധിച്ചു. ബഹ്റൈനിൽ നിന്നും ദോഹ വഴി തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് ഞായറാഴ്ച വൈകിട്ട് ബഹ്റൈനിൽ നിന്നും യാത്ര തിരിക്കേണ്ടിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് യാത്ര റദ്ദാക്കിയത്. 2.5 മണിക്കൂറോളം വിമാനത്തിൽ ഇരുത്തിയ ശേഷമാണ് യാത്രക്കാരെ തിരിച്ചിറക്കിയത്. ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് യാത്രക്കാർ പറഞ്ഞു. 7 hours ഞങ്ങൾ എയർപോർട്ടിലിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാവരും ഇരുന്ന് കുട്ടികളിരുന്ന് കരയുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും ചോദിച്ചില്ല. ടിക്കറ്റ് കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ വൻ തുക കൊടുത്താണ് പലരും യാത്രയ്ക്കായി എത്തിയത്. സ്കൂൾ അടയ്ക്കുന്ന ടൈമായപ്പോഴത്തേക്കും എല്ലാവരും പ്രവാസികളെ അങ്ങോട്ട് കൊല്ലാൻ നോക്കുവാണ്. ബഡ്ജറ്റായിരുന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഗതികേട് കൊണ്ടാണ് 140 ദിനാറ് വൺ വേ കൊടുത്തിട്ടാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങളുടെ ബുദ്ധിമുട്ട്, നമ്മുടെ നാഷണൽ കാരിയറായിട്ടുള്ള എയർ ഇന്ത്യക്ക് വരുന്ന നഷ്ടം, ഈ ഹോട്ടൽ അക്കോമഡേഷന്, അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഓവർ ടൈം, ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് യാത്രക്കാരെ ചൂഷണം ചെയ്യുകയാണെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. എയർ ഇന്ത്യയിൽ ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടും അവസാനമായിട്ടും. ഇനി ഇതിൻ്റെ ഒരു ടിക്കറ്റ് ഫ്രീ തന്നാൽ പോലും ഞാനില്ല. അത്രയ്ക്കും ദുസ്സഹനീയമായി പോയി. എയർ ഇന്ത്യയിൽ ഇനി ഇത്തവണ എന്നെ വിടല്ലേ ഞാൻ പറഞ്ഞതായിരുന്നു പിള്ളേരോട്, പക്ഷെ ടിക്കറ്റ് അതിനാണ് കിട്ടിയത്. ഈ യാത്രക്കാരാണ് ഇന്ന് ബഹ്റൈനിൽ നിന്നും ദോഹയിൽ എത്തിയത്. എന്നാൽ വീണ്ടും യന്ത്രത്തകരാർ മൂലം തിരിച്ചിറങ്ങണം എന്ന ആവശ്യം ക്ഷുഭിതരായ യാത്രക്കാർ കൂട്ടാക്കിയില്ല. മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ 3 മണിക്ക് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രവാസികളെ വഴിയാധാരമാക്കിക്കൊണ്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കഥ തുടരുകയാണ്. ബഹ്റൈനിൽ നിന്നും സേതുരാജ് കടക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അജയ് കുമാറിന് അൽ ഹിലാൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ഹോസ്പിറ്റൽ സിഇഒ സായി ഗിരിധർ, ഡോക്ടർ ചെറിയാൻ, ആസിഫ് എന്നിവർ പ്രസംഗിച്ചു.